ഒരു തിരക്കഥയിൽ നല്ലൊരു സിനിമയുടെ സ്പാർക്ക് ഉണ്ടെന്ന് ഒരു നടൻ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അത് ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു ചോദ്യമാണ്. സിനിമ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയുടെ ഒരു മേഖലയാണ്, അറിയാമല്ലോ. ഒരു ഗാംബ്ലിംഗ് ആണ്, ഒരു അനിശ്ചിതാവസ്ഥ എന്ന് പറയുന്നൊരു കാര്യം എല്ലാ സിനിമാ പ്രവർത്തകരുടെ കൂടെയും സഞ്ചരിക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ എസ്പെഷ്യലി ആക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ എത്ര സക്സസ്ഫുൾ ആണെങ്കിലും എത്ര ഹാർഡ് വർക്കിംഗ് ആണെങ്കിലും നമ്മുടെ സിനിമകൾ എങ്ങനെ വരും, അല്ലെങ്കിൽ നാളെ എന്താവും നമ്മുടെ ഭാവി എന്ന് ഒരു അനിശ്ചിതാവസ്ഥ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ കൺവിക്ഷൻ ഒത്ത് ചെയ്യുക. ഇപ്പോൾ സിനിമയിൽ വിജയപരാജയങ്ങൾ സർവ്വസാധാരണമാണ്. വിജയങ്ങൾ വരാം, പരാജയങ്ങൾ വരാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോൾ അതിൽ നമ്മൾ കൺവിൻസ്ഡ് ആണോ നമ്മൾ ആദ്യം നോക്കുക. 100 പേരെടുത്ത് വെച്ചാൽ 100 അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ആ സബ്ജക്റ്റ് കൺവിൻസിങ് ആണോ, അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്താൽ നന്നാവുമോ, അത് രണ്ടാമത്തെ കാര്യം. അതായത് നമ്മൾ ഏത് തരം കഥാപാത്രം ചെയ്താൽ നന്നാവും, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നന്നാവില്ല എന്നുള്ളൊരു ബോധം എല്ലാ ആക്ടർക്കും വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടും. ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. എക്സ്പീരിയൻസിലൂടെ മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ ഒരു പ്രത്യേകിച്ചൊരു ക്രൈറ്റീരിയ ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനില്ല. ഒരു കഥ കേൾക്കുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു കഥാപാത്രം കേൾക്കുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയാൽ ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്യും. ഈ 2 മാനദണ്ഡങ്ങളാണ്. ഇതൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ എക്സെപ്ഷണൽ ആയിട്ടൊരു സ്റ്റോറി, അല്ലെങ്കിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു കഥാപാത്രം. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ബേസിക് കൺവിക്ഷൻ, ഒരു കഥ നന്നാവും, അല്ലെങ്കിൽ ഇതിന് ഇന്ന തരം ഒരു സിനിമയായിരിക്കും, ഒരു കമേഴ്ഷ്യൽ സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഒരു പാരലൽ സിനിമയായിരിക്കും, ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവും. അത് ട്രയൽ ആൻഡ് എറർ ആണ് കുറേയൊക്കെ. 10 സിനിമ ചെയ്യുമ്പോൾ എത്രത്തോളം പരാജയങ്ങൾ, 10 ചെയ്യുമ്പോൾ പരാജയങ്ങൾ എത്രത്തോളം കുറവുണ്ടോ അവിടെയാണ് ഒരു ആക്ടർ കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത്, അല്ലേ? അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പരാജയങ്ങളും വിജയങ്ങളും ഒരേപോലെയാണോ ഇന്ദ്രജിത്തിനെ സ്വാധീനിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ സിനിമയും വളരെ പോസിറ്റീവായിട്ട് ഒരേ മെൻറ്റാലിറ്റിയോടുകൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരേ എഫേർട്ടാണ് എല്ലാ സിനിമയ്ക്കകത്തേക്കും പോകുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ നന്നാവണമെന്ന് വിചാരിച്ച് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ പല പല കാരണങ്ങളുണ്ടാവാം. ഇപ്പം സിനിമകൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു നല്ല സിനിമ അത് വേണ്ട രീതിയിൽ പ്രേക്ഷകൻ്റെ മുന്നിൽ എത്തണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നന്നായിട്ട് നിർമ്മിക്കപ്പെടണം, നന്നായിട്ട് സംവിധാനം ചെയ്യപ്പെടണം, നല്ല പെർഫോമൻസസ് വേണം. ഇത് കഴിഞ്ഞ് പിന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം, പബ്ലിസിറ്റി ചെയ്യണം, അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് നല്ല തിയേറ്റേഴ്സ് കിട്ടണം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരു നല്ലൊരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ പ്രേക്ഷകനിടയിലേക്ക് എത്തണമെങ്കിൽ. അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ സമയത്ത് ഇപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ് തീരുന്ന സമയത്ത് അയാളുടെ ജോലി അവിടെ തീരുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ. അപ്പോൾ മറ്റ് കാരണങ്ങളോ അല്ലെങ്കിൽ മറ്റ് റീസൺസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്താൽ എൻ്റെ ജോലി ഞാൻ നന്നായിട്ട് ചെയ്യും. പിന്നെ ബാക്കി എല്ലാ സിനിമയ്ക്കും ഒരു വിധിയുണ്ട്. ചില സിനിമകൾക്ക് ഭയങ്കരമായിട്ട് ഗോഡ് ഗിവൺ, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് പോലെ ചില സിനിമകൾ വരാറുണ്ട്. അപ്പോൾ ബാക്കി അതിൻ്റെ വഴിക്ക് നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 5-10 വർഷത്തിന് ശേഷം നമ്മുടെ ഒരു സിനിമയായിട്ട് കാണുമ്പോൾ നമുക്കത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ പടം നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതാണ് ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്, അല്ലേ? ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സിനിമ ചെയ്യും, ഇപ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര രീതിയിൽ കമേഴ്ഷ്യൽ വിജയമാവും, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടേക്കാം. പക്ഷേ ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞ് നമ്മളൊരു അതെടുത്ത് കാണുമ്പോൾ ചിലപ്പോൾ നീ അന്ന് ചെയ്ത സിനിമയാണ് എന്ന് നമ്മൾ തോന്നാറുണ്ട് നമുക്ക് പലർക്കും. അപ്പോൾ അങ്ങനെ തോന്നാത്ത, വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് തോന്നുന്ന സിനിമകൾ എപ്പോൾ എടുത്ത് കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് എവർ ലാസ്റ്റിംഗ് ഫിലിംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്സ് എന്ന് പറയുന്നത്. നായകൻ എന്നൊക്കെ പറയുന്ന സിനിമ ഞാൻ ആ വിഭാഗത്തിൽ പെടുത്തിരുന്ന ഒരു സിനിമയാണ്. നായകൻ കണ്ടിട്ട് ഇന്നും എനിക്ക് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അല്ലെങ്കിൽ സിറ്റി ഓഫ് ഗോഡ്, ലിജോയുടെ 2ാമത്തെ പടം എക്സെപ്ഷണലി വെൽ മെയ്ഡ് സിനിമയാണ്. നമ്മളിപ്പോൾ പറയാറുണ്ട്, ഇപ്പം ഈ ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ള ഒരു ടേമൊക്കെ, ലേബലൊക്കെ വന്ന് പിന്നെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഈ ഒരു ടേം ഉപയോഗിച്ച് തുടങ്ങി, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടത് തന്നെ നമുക്കറിയാം. ഇപ്പം സൂപ്പർ ഹിറ്റുകളായ ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ, അല്ലെങ്കിൽ കോക്ടെയിൽ മുതൽ ചാപ്പ, അങ്ങനെയുള്ള സിനിമകൾ വന്നതിൽ പിന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ 1.5-2 വർഷത്തോളം മുൻപാണ് ഈ സിറ്റി ഓഫ് ഗോഡും അല്ലെങ്കിൽ നായകൻ പോലെയുള്ള സിനിമകൾ മലയാളത്തിൽ വന്നിരുന്നത്. അത് പ്രോബബ്ലി എനിക്കറിയില്ല. മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്കൊരാളുടെ പുറത്ത്, പ്രേക്ഷകൻ്റെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ആ ഒരു തുടക്കകാലത്തിൽ വന്ന വളരെ പുതുതായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ സിനിമകളായതുകൊണ്ടായിരിക്കാം ആ സിനിമകളൊന്നും കമേഴ്ഷ്യൽ വിജയങ്ങളാവാത്തത്. പക്ഷേ ഇന്നിപ്പോൾ ആ സിനിമകൾ കണ്ട് ആൾക്കാർ അംഗീകരിക്കുകയും വിളിച്ചഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ മൂവിയും ഒരു പാരലൽ മൂവിയും തമ്മിലുള്ള കൃത്യമായ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ഇന്ദ്രജിത്ത് എന്നുള്ള നടൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കമേഴ്ഷ്യൽ മൂവി, പാരലൽ മൂവി എന്നുള്ളൊരു ബാലൻസ്, അങ്ങനൊരു പാരലൽ സിനിമകൾ കുറച്ച് ചെയ്യുക, പിന്നെ കുറച്ച് കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യുക, അങ്ങനെ ഒരു ബോധപൂർവമായൊരു നീക്കമൊന്നും എൻ്റെ ഭാഗത്തു നിന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സിനിമകൾ തേടി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ബാലൻസ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം
കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു വർഷമായിരുന്നു. ഈ അടുത്ത കാലത്ത് ചെയ്തു. എന്നാൽ വളരെ പാരലായിട്ടുള്ള ആകാശത്തിൻ്റെ നിറം എന്നുള്ള സിനിമ ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. വ്യത്യസ്ത സിനിമകളിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുക, നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരേ തരം സിനിമകൾ, ഒരേ തരം കഥാപാത്രങ്ങൾ ചെയ്യാതെ കുറച്ച് പാരലായിട്ടുള്ള സിനിമകൾ ചെയ്യുക. ഒരു സ്റ്റാർഡം ഉണ്ടാക്കാൻ ഒരിക്കലും ഇന്ദ്രജിത്ത് ശ്രമിച്ചിട്ടില്ല. ഈ സ്റ്റാർഡം ഒരു ബാധ്യതയാകും എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണോ അത്, അല്ലെങ്കിൽ അങ്ങനൊരു രീതിയിലോട്ട് വരാത്തത് കൊണ്ടാണോ? സ്റ്റാർഡത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത് വേറെ ഒന്നും കൊണ്ടല്ല. സ്റ്റാർഡം അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഉള്ള പദവി എന്ന് പറയുന്നത് കാലാകാലമുള്ള നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് പല പല നല്ല സിനിമകളിലൂടെ, പല പല ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് പോലെ അവരുടെ മുന്നിലെത്തുമ്പോൾ പ്രേക്ഷകർ നമുക്ക് സമ്മാനിക്കുന്ന ഒരു കിരീടമാണ് ഈ സ്റ്റാർഡം എന്ന് പറയുന്നത്. അത് നമ്മളായിട്ട് ബോധപൂർവം നേടിയെടുക്കാൻ ആർക്കും പറ്റത്തില്ല. നാളെ ഞാനൊരു സൂപ്പർ സ്റ്റാർ, അങ്ങനെ ആർക്കും പറ്റത്തില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ജോലി എന്താണ്? എൻ്റെ ജോലി, ഞാനൊരു സിനിമാ നടനാണ്. അപ്പോൾ നല്ല രീതിയിൽ അഭിനയിക്കുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, നല്ലൊരു നടനാണെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുക. ആ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്ന ആ പ്രോസസ്സിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ പ്രേക്ഷകർക്ക് നമ്മളോട് ഇഷ്ടം കൂടിയാൽ, അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകർ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ, പ്രേക്ഷകർ നമുക്കങ്ങനെ ഒരു ലേബൽ അല്ലെങ്കിൽ ഒരു കിരീടം അങ്ങനെ തരികയാണെങ്കിൽ അത് ഞാൻ സന്തോഷപൂർവ്വം ഞാനത് അംഗീകരിക്കും. പക്ഷേ അതിനായിട്ടൊരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെ ആവാനൊരു നീക്കം അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തു നിന്നില്ല. ഇപ്പോൾ ദൈവം സഹായിച്ച്, ഇപ്പോൾ അനീഷിൻ്റെ അടുത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് സിനിമകൾ, ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങൾ, നല്ലൊരു നടൻ എന്നുള്ള പേര് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. സഹോദരൻ പൃഥ്വിരാജ് സിനിമാ നിർമ്മാണ രംഗത്തേക്കും കൂടെ കടന്നിട്ടുണ്ട്. കാരണം സിനിമയിൽ നിന്ന് ലഭിച്ച വരുമാനം സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല സിനിമകൾ ഇറക്കുക എന്നാണ് അദ്ദേഹം അതിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സിനിമാ നിർമ്മാണത്തിലേക്ക് താങ്കൾക്ക്, അല്ലെങ്കിൽ സംവിധാന രംഗത്തേക്ക് താങ്കൾക്കൊരു നീക്കം എന്തെങ്കിലും ഉണ്ടാകുമോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. സിനിമയിലെ പല പല മേഖലകളിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പല മേഖലകൾ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അത് എപ്പോഴെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നിർമ്മാണ രംഗത്തേക്കും അതുപോലെ സംവിധാന രംഗത്തേക്കുമൊക്കെ വരാൻ ഡെഫിനറ്റ്ലി ഒരു സാധ്യതയുണ്ട്. അതിന് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു പാഷനാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. സിനിമയിലെ എല്ലാ മേഖലകളും ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ കാലക്രമേണ അത് സാധിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇന്ദ്രജിത്തിനെ ഇപ്പോൾ കൈ കിട്ടിയാൽ ആദ്യം ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് പൃഥ്വിരാജുമായിട്ടാണ്. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ഇവർ തമ്മിലുള്ള ഒരു റേഞ്ചാണ്. ഇവരോടുള്ള ഇന്ദ്രജിത്തിന് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ ഒരു കമ്പാരിസൺ വരുമ്പോൾ? അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനോ പൃഥ്വിരാജെന്നോ എന്നുള്ളതല്ല. അങ്ങനെ ഓരോ നടന്മാർക്ക് അവരവരുടേതായ കഴിവുകളുണ്ട്, അവരവരുടേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, പ്ലസസ് ഉണ്ട്, മൈനസസ് ഉണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് ഓരോ കഥാപാത്രത്തെയും പെർഫെക്ഷനോടുകൂടി പോർട്രേ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ നടനും ചെയ്യുന്നത്. അവരുടെ സ്റ്റൈലുകൾ വ്യത്യസ്തമായിരിക്കാം, അവരുടെ സംസാര രീതി വ്യത്യസ്തമായിരിക്കാം, അവരോരോ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന വ്യത്യസ്തമായിരിക്കാം. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. നല്ല കഥാപാത്രങ്ങൾ ചെയ്താൽ, നല്ല സിനിമകൾ ചെയ്താൽ എല്ലാ നടന്മാരെയും നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ എല്ലാ ആക്ടേഴ്സിനെയും അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഇന്ദ്രജിത്ത്, മലയാള സിനിമയ്ക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടോ ശരിക്കും? ഇല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത്, ഇടയ്ക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മളൊരു 90 കാലഘട്ടങ്ങളിലൊക്കെ നല്ല കുറേ സിനിമകൾ വന്നു. പിന്നെ പതുക്കെ സ്റ്റെയിലായി തുടങ്ങിയപ്പം പഴയ സിനിമകൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലിട്ട് കൊടുക്കാമെന്ന് പറയില്ലേ, എന്ന് പറയുന്നത് പോലൊരു അവസ്ഥ ഇടയ്ക്കൊരു 3-4 വർഷമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സിനിമ എവിടെയോ നമ്മുടെ ക്വാളിറ്റി നമ്മുടെ സിനിമകൾക്ക് നഷ്ടപ്പെടുകയും പ്രേക്ഷകൻ പതുക്കെ തിയേറ്ററിൽ നിന്ന് അകന്നു പോകുന്നൊരു പ്രവണതയുണ്ടായിരുന്നു. അതിൽ നിന്നൊന്ന് ബ്രേക്ക് ചെയ്ത് ഇപ്പം ഇന്നത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ റിലേറ്റ് ചെയ്യുന്നത് പോലെയുള്ള കഥാപാത്രങ്ങളും കഥകളും വീണ്ടും വന്നു തുടങ്ങിയപ്പോഴാണ് സിനിമകൾ ആൾക്കാർ വീണ്ടും അംഗീകരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വീണ്ടും പോകാൻ തുടങ്ങിയത്, അല്ലേ? അപ്പോൾ അതിനെ ആയിരിക്കാം ഈ ഒരു ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ആ ഒരു ഫ്രേസിനോട് എനിക്ക് വിശ്വാസമില്ല. ഇന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, കഥകൾ, കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള സിനിമകളാണ് നല്ല സിനിമകളെന്ന് ഞാൻ പറയുന്നത്. ദർ ഇസ് ഓൺലി ഏതർ ഗുഡ് സിനിമ ഓർ ബാഡ് സിനിമ. ദർ ഇസ് നോ ന്യൂ ജനറേഷൻ ആൻഡ് ഓൾഡ് ജനറേഷൻ. ഒരു ചോദ്യം കൂടെ, പണം, പ്രശസ്തി ഇതല്ലാണ്ട് 12 വർഷത്തെ സിനിമ താങ്കൾക്ക് എന്താണ് നൽകിയത്? എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ നമ്മൾ എൻജോയ് ചെയ്യണം. ഞാനൊരു എൻജിനീയറാണ്, പക്ഷേ അഭിമാനത്തോടെ എനിക്ക് പറയാം ഇന്ന് ഞാനൊരു സിനിമാ നടനാണ്. കാരണം ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ചെയ്ത ഓരോ സിനിമകളെ ഞാൻ ഒരുപോലെ സ്നേഹിച്ചിട്ടുണ്ട്, ഓരോ കഥാപാത്രങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 12 വർഷത്തിനിടയിൽ എൻ്റെ കഥാപാത്രങ്ങളിലൂടെ, എൻ്റെ സിനിമകളിലൂടെ കുറച്ചെങ്കിലും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ കുറച്ചെങ്കിലും പേർ എൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ നന്നാവണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് എന്ന നടനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ഇഷ്ടം, സ്നേഹം, അതിലും വലിയൊരു സമ്പാദ്യമുണ്ടോ?